ഹലോ, ഇന്ന് നമ്മൾ ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒരു പെൻ ഹോൾഡർ കം ഒരു ഫോട്ടോ സ്റ്റാൻഡാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു കാർഡ്ബോർഡ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കാർഡ്ബോർഡിലേക്ക് നമ്മൾ ഫെവിക്കോൾ അല്ലെങ്കിൽ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഓരോന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഗ്യാപ്പ് കാണാതെ പ്ലേസ് ചെയ്യുക കേട്ടോ. ഒന്ന് അടുക്കി വെച്ച് പ്ലേസ് ചെയ്യുക. നന്നായിട്ട് ഗം ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്യുക കേട്ടോ. സ്റ്റിക്സ് താഴെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാനൊരു മിൽക്ക് മെയ്ഡിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു ഡബിൾ ടാപ്പ് ചുറ്റിയിട്ട് അതും കൂടി ഞാനൊന്ന് നമ്മുടെ ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഇതുപോലത്തെ സ്ക്വയർ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുക. അത് കൂട്ടി ഒട്ടിക്കുക, മുകൾ ഭാഗം ഒട്ടിക്കാതെ വിടുക. അത് നമുക്ക് ഫോട്ടോ പ്ലേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡബിൾ ടാപ്പാണ്. അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുക. അതിന് മോൾ ഭാഗം നമ്മൾ ഗ്യാപ്പായിട്ട് വിട്ട് കൊടുക്കണം. അതിൽ കൂടെ നമുക്ക് ഫോട്ടോ പ്ലേസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ ദ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡബിൾ ടാപ്പാണ് സുഖം, കാരണം പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ ബാക്കിൽ ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്കറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാൻഡായിട്ട് അവിടെ പ്ലേസ് ചെയ്ത് നിന്നോളും. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ നടു കട്ട് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് പാകത്തിലുള്ള ചെറിയൊരു സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ബോക്സ് എടുക്കുക. അതും ഇതുപോലെ തന്നെ ഡബിൾ ടാപ്പ് വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഡബിൾ ടാപ്പ് വെച്ചിട്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡബിൾ ടാപ്പ് ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാൻ മീൻസ് ഇവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ബോക്സ്, നമ്മൾ സോപ്പിൻ്റെ ബോക്സ് നമ്മൾ ഈ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് തന്നെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നേവി ബ്ലൂ റിബൺ, സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. ആ ഒരു റിബൺ ഞാൻ ഈ ഒരു നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ പാത്രത്തിൻ്റെ അതുപോലെ തന്നെ നമ്മൾ സോപ്പിൻ്റെ ബോക്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിലും ചെറിയൊരു ഡെക്കോർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കാണാനൊരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ കുറച്ച് പെൻസും അതുപോലെ തന്നെ ഒരു പ്ലാന്റും കൂടി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോ ഫ്രെയിമിൽ ഞാൻ ഞങ്ങളുടെ ഒരു കപ്പിൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്.